ഹലോ, അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? സുഖമാണ്. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം, അല്ല കുറേ മാസങ്ങൾക്ക് ശേഷമല്ല, 3 മാസത്തിന് ശേഷം നോമ്പിനാണ് ഞാൻ നെസ്റ്റോയിൽ പോയിട്ടുള്ളത്. പിന്നെ അവിടേക്ക് പോയിട്ടേ ഇല്ല. അങ്ങനെ വീണ്ടും ഞാൻ അവിടേക്കാണ് പോകുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടെ പോയാൽ പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ, നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. നമുക്ക് കുറേ ഫ്രൂട്ട്സ് അതേപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ നെസ്റ്റലിലേക്ക് പോകുന്നത്. ഞാനും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടാ. പിന്നെ ഒരു 5 മണിയിലായിട്ടുണ്ട്. ഞായറാഴ്ച ദിവസമാണ്. പിന്നെ കുറേ ദിവസമായി പുറത്തുനിന്ന് ഇറങ്ങാതെ, അതുകൊണ്ട് മക്കളെല്ലാം കൂട്ടിയിട്ട് ഇന്നൊന്ന് ഇറങ്ങിയതാണ്. ഇന്നത്തെ ദിവസം നല്ല തിരക്കാന്ന്, പാർക്കിങ് ഫുള്ളാണെന്നാണ് പറഞ്ഞിട്ട് ഞാൻ ഇവരോട് ചോദിച്ച് പാർക്കിങ് ഫുള്ളാന്നല്ല, പിന്നെ എൻ്റെ ഓരോ വണ്ടിങ്ങൾക്ക് താലേക്ക് ഇറങ്ങുന്നു എന്നിട്ടും പറഞ്ഞ് അത് ഓരോന്നാൾ ഇങ്ങനെ എടുത്തു പോകുമ്പോൾ ഓരോരുത്തരായിട്ട് അകത്തേക്ക് കയറ്റി വന്നത് വരിയായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഞാനിവിടെ ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എൻ്റെ വണ്ടി പിന്നെ ഇങ്ങനെ മേലയിൽ അതും കയറ്റിയിട്ടുണ്ട്. അതിനെന്താ പറയാതൊന്നും എനിക്കറിയില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അകത്ത് കയറിയിട്ടുണ്ട്. നെസ്റ്റോയിലാണ് കയറിയത്. പിന്നെ ഇവിടുന്ന് കുറേ ഫ്രൂട്ട് അത് ഇതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇവിടെ വന്നാലാണ് നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ കിട്ടാം. അത് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. പഴം നേന്ത്രപ്പഴം അപ്പളാണോ? ഇന്നത്തെ ദിവസം നല്ല തിരക്കാണ്. സൺഡേ ആയതുകൊണ്ട് ഇരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർക്കിങ് പോലും ഇല്ല. അമ്മാതിരി തിരക്കാണ്. ആൾക്കാർ കൂടിയോണ്ട് മര്യാദക്ക് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. റബ്ബേ എന്താ ചെയ്യുക? ഒരു ഇത് കിട്ടണ്ടേ? ആരില്ലെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് അങ്ങ് വീഡിയോ എടുക്കുകയാണ്. ഇത് പിന്നെ മര്യാദക്ക് എടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ മക്കൾക്ക് ഇഷ്ടമായിട്ടുള്ള ഫ്രൂട്ടൊക്കെ മക്കൾ ഓരോന്നെടുത്ത്, എനിക്കുള്ളത് ഞാനും എടുത്ത്. ഈ ഒരു യോഗട്ടാണ് ഞാൻ എടുത്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം പുളിയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റാണ് അത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവർക്കിങ്ങനെ നമുക്കിങ്ങനെ കുടിക്കാം വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞിങ്ങനെ ഈ ഒരു കടല ഉണ്ടല്ലോ, അതായത് ചൂടുള്ള കടല, അത് കണ്ടേരം ഞാൻ പറഞ്ഞ് അതെടുക്കട്ടെ എന്നിട്ട് കുറച്ച് അങ്ങനെ അതെടുത്ത്. പിന്നെ എന്താണ് അങ്ങനെ മക്കളിങ്ങനെ എന്തെങ്കിലും സ്നാക്സ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ പോയിട്ടുണ്ട്. ചാക്കടി എന്ന് പറഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അത് നോക്കി. പിന്നെ അതിന് കുറച്ച് എന്തോ വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് ഈത്തപ്പഴം വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5-6 തരത്തിലുള്ള ഈത്തപ്പഴമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് എടുക്കണമല്ലോ. അങ്ങനെ 1/2 കിലോന് ഞാൻ അതും വാങ്ങിച്ച്. പിന്നെ എനിക്ക് കുറച്ച് നേരിയരി എടുക്കാനുണ്ട്. നേരിയരി ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വരുന്നത്. അത് കുട്ടികൾ വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ എടുക്കാൻ പറഞ്ഞേനു, മക്കളെടുത്തിട്ടില്ല. നേരിയരി എടുക്കുമ്പോൾ 2 തരത്തിലുള്ളത് എടുക്കുക. ഒന്ന് അസർഫരിയും പിന്നെ ഒന്ന് അതിൽ കുറഞ്ഞൊരു അരിയാണ് എടുക്കുക. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മടിയെല്ലാം പെട്ടെന്ന് നെയ്ച്ചോറുണ്ടാക്കി ചെയ്യുക. അപ്പോൾ അതിനെ കണക്കാക്കിയിട്ടുള്ള വേറെ ചെറിയ വയസ്സിൻ്റെ അരി വേറെ എടുക്കും. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതലും അസർഫരി തന്നെ എടുക്കാറ്. അങ്ങനെ അതെല്ലാം എടുത്ത് ഇനി എന്താണ് എടുക്കണ്ടേ. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അവിടെ ഇങ്ങനെ വിൽക്കും കേട്ടോ.
അങ്ങനെ ഇതാ 1:30 തിരക്കിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഒന്ന് ഒരു ആദ്യം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മക്കൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താണെന്നറിയില്ല താഴെ തന്നെ വെയിറ്റ് ആക്കി. പിന്നെ സാധനമൊക്കെ വാങ്ങിച്ചല്ലേ, അപ്പോൾ പിന്നെ അതവിടെ വെച്ചിട്ട് നമുക്ക് മേലെ കയറാനും പറ്റൂല. പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ താഴെ വന്നിട്ടുണ്ട്. എൻ്റെ വണ്ടി മേലെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പാർക്കിങ്ങിൽ നിന്ന് ഫുള്ളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ താഴെ വണ്ടി ഇറക്കുന്നുണ്ട്. പിന്നെ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. പൊതുവേ ഞാനിങ്ങനെ പുറത്തെല്ലാം ഇറങ്ങിയാൽ നല്ല സമയം പിടിപ്പിക്കും. കുറച്ച് ലേറ്റ് ആയിട്ടല്ല വീട്ടിലേക്ക് പോകാമെന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ഇന്നെന്താണെന്നറിയില്ല, പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് സ്പീഡാക്കിയിട്ടുണ്ട്. വേഗം വീട്ടിലേക്ക് പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് 5 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്. ഒരു 6:45 തിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നല്ല കേട്ടോ.